പുനരുജ്ജീവനത്തിലൂടെ പുനരുദ്ധരിക്കപ്പെടുന്ന കേരളത്തെ 25 വർഷക്കാലം കേരളത്തെ പുറകോട്ട് നയിച്ച പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ആധുനിക കേരളം പടുത്തുയർത്താൻ വേണ്ടിയിട്ടുള്ള അത്യുജ്വലമായ ബഹുജന മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് ഈ ജാഥ. സാർത്ഥകമായ നിലയിൽ ഈ ജാഥയെ വരവേൽക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും മതേതര വിശ്വാസികളെയും മുന്നണി പ്രവർത്തകരെയും ഹാർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് കാസർഗോഡ് മുതൽ ഈ വെള്ളറട വരെയുള്ള പ്രദേശങ്ങളിൽ ഈ ജാഥയ്ക്ക് അത്യുജ്വലമായ വരവേൽപ്പ് നൽകിയ മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ജാഥയുടെ അമരക്കാരൻ, ജാഥയുടെ ക്യാപ്റ്റൻ, കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ഹാർദമായി സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് അഭിവാദ്യം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനം. ആദർശ പുരുഷൻ, നിലപാടുകളുടെ രാജകുമാരൻ, കേരള മുഖ്യമന്ത്രിയുടെ അഴിമതികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ആദർശധീരൻ, കാസർഗോഡ് മുതൽ പാറശാല വരെ നടത്തിയ നവയുഗ യാത്രയുടെ അമരക്കാരൻ, ധീരതയുടെ മുഖം, ആദർശത്തിന്റെ മുഖം, കേരള നിയമസഭയിലെ ഗർജിക്കുന്ന സിംഹം, വർഗീയതയുടെ മുന്നിൽ അടിയറ വയ്ക്കാത്ത ആദർശ പുരുഷൻ, നിലപാടുകളുടെ രാജകുമാരൻ, കേരള മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ അഴിമതിക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ആദർശധീരൻ, കാസർഗോഡ് മുതൽ പാറശാല വരെ നടത്തിയ പുതുയുഗ യാത്രയുടെ അമരക്കാരന് പാറശാല മണ്ഡലത്തിലേക്ക് സ്വാഗതം. പാറശാല മണ്ഡലത്തിലേക്ക് സ്വാഗതം. ധീരതയുടെ മുഖം, ആദർശത്തിന്റെ മുഖം, ശ്രീ VD സതീശൻ, കേരള നിയമസഭയുടെ ഗർജിക്കുന്ന സിംഹം, ശ്രീ VD സതീശന് പാറശാലയുടെ മണ്ണിലേക്ക് സ്വാഗതം. കേരള നിയമസഭയിലെ ഗർജിക്കുന്ന സിംഹം, വർഗീയതയുടെ മുന്നിൽ അടിയറ വയ്ക്കാത്ത ആദർശ പുരുഷൻ, നിലപാടുകളുടെ രാജകുമാരന്, കേരള മുഖ്യമന്ത്രിയുടെ അഴിമതികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ആദർശ ധീരന്, കാസർഗോഡ് മുതൽ പാറശാല വരെ നടത്തിയ പുതുയുഗ യാത്രയുടെ അമരക്കാരന്, ധീരതയുടെ മുഖം, ആദർശത്തിന്റെ മുഖം, നിലപാടുകളുടെ രാജകുമാരൻ VD സതീശന് പാറശാലയിലേക്ക് സ്വാഗതം. പാറശാലയിലേക്ക് സ്വാഗതം. കേരള നിയമസഭയിലെ ഗർജിക്കുന്ന സിംഹം, വർഗീയതയുടെ മുന്നിൽ അടിയറ വയ്ക്കാത്ത ആദർശ പുരുഷൻ, നിലപാടുകളുടെ രാജകുമാരൻ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഴിമതിക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ആദർശ ധീരൻ, കാസർഗോഡ് മുതൽ പാറശാല വരെ നടത്തിയ പുതുയുഗ യാത്രയുടെ അമരക്കാരന് പാറശാല മണ്ണിലേക്ക് സ്വാഗതം, സുസ്വാഗതം, സുസ്വാഗതം. ഈ സമ്മേളനത്തിന് അധ്യക്ഷനായി പ്രിയമുള്ളവരെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി സ്വാഗത സംഘം ചെയർമാൻ ശ്രീ K ദസ്തഗീർ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. പുതിയ യാത്രയുടെ നായകൻ നമ്മുടെ ഈ മലനാടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ യോഗത്തിന് ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കാൻ സ്വാഗത സംഘം കമ്മിറ്റിയുടെ ആദ്യമായി ഈശ്വര പ്രാർത്ഥന, അതിന് മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റും
നേതൃത്വത്തിലുള്ളവരെ ക്ഷണിക്കുന്നു. ജഗന്നാഥ ജഗന്നാഥ ജയിപ്പൂ നിന്നാമ സിന്ധു ജനകോടിക്കഗതാരിൻ മധുര ബിന്ദു. ജഗന്നാഥ ജഗന്നാഥ ജയിപ്പൂ നിന്നാമ സിന്ധു ജനകോടിക്കഗതാരിൻ മധുര ബിന്ദു. പ്രഭാതം നിൻ മന്ദഹാസം പ്രദോഷം നിൻ ശോകഭാവം പ്രകൃതിയിലിവ രണ്ടും എനിക്കു വേണം. പ്രഭാതം നിൻ മന്ദഹാസം പ്രദോഷം നിൻ ശോകഭാവം പ്രകൃതിയിലിവ രണ്ടും എനിക്കു വേണം. കരയാനും ചിരിക്കാനും നിന്നിൽ നിന്നും പഠിക്കുമി കമനീയ സ്വഭാവങ്ങൾ എനിക്കു വേണം. കരയാനും ചിരിക്കാനും നിന്നിൽ നിന്നും പഠിക്കുമി കമനീയ സ്വഭാവങ്ങൾ എനിക്കു വേണം. ജഗന്നാഥ ജഗന്നാഥ ജയിപ്പൂ നിന്നാമ സിന്ധു ജനകോടിക്കഗതാരിൻ മധുര ബിന്ദു. ദയവായി ഈ സ്വീകരണ പരിപാടികൾ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ നൽകുന്നു. അടുത്ത സ്വാഗതം ആശംസിക്കാൻ പ്രിയമുള്ള സ്വാഗത സംഘം കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ LV അജയകുമാർ പ്രവാസി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. സ്വീകരണം ദയവേത് ശ്രദ്ധിക്കുക. സ്വീകരണം കൊടുക്കുന്നത് പിന്നെയാണ്. ഇത് കഴിഞ്ഞ് സ്വീകരണം കൊടുക്കാനുള്ള അവസരമുണ്ട്. എല്ലാവർക്കും സ്വീകരണം കൊടുക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, സ്വീകരണം ഇപ്പൊ ആരും കൊടുക്കരുത് പ്ലീസ്. അതിന്റെ സമയം, അതിനുള്ള അവസരം തരും. ബഹുമാനമുള്ള അധ്യക്ഷൻ, അതുപോലെ ബഹുമാനമുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ബഹുമാനമുള്ള ഉദ്ഘാടകൻ CP ജോൺ, ഏറ്റവും ബഹുമാന്യരായ നേതാക്കന്മാരെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്ര കഴിഞ്ഞ മാസം 6-ാം തീയതി ആരംഭിച്ച് ഇന്ന് 5-ാം തീയതി ഇവിടെ വെള്ളറടയിൽ അവസാനിക്കുകയാണ്. കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ആപാലവൃത്തം ജനങ്ങളുടെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ജനാധിപത്യ വിശ്വാസികളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ജാഥ ഇന്ന് വെള്ളറടയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഈ കേരളത്തെ മരിച്ച് നശിപ്പിച്ച, നാറാണക്കല്ല എടുപ്പിച്ച പിണറായി വിജയന്റെ അന്ത്യം കുറിക്കുന്നതിനുള്ള യാത്രയാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു പുതുയുഗം ഇവിടെ പിറക്കാൻ പോവുകയാണ് എന്നുള്ള സത്യം ഇന്ന് നമ്മൾ ഇവിടെ വിളിച്ചറിയുകയാണ്. ഇനി ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവുമ്പോൾ ഒരു പുതിയ യുഗമായിരിക്കും ഇവിടെ ഉണ്ടാവുക. പുതിയ കേരളത്തെ സൃഷ്ടിക്കുക എന്നുള്ള ആശയവുമായി അദ്ദേഹത്തിന്റെ സർവ്വ ഊർജവും എടുത്തുകൊണ്ട് അദ്ദേഹം വിഭാവനം ചെയ്യുന്ന, അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന, കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് വാഗ്ദാനങ്ങൾ മാത്രം നൽകിയിട്ടുള്ള കേരളത്തിൽ എന്തെങ്കിലും നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള ആർജവത്തോടെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ കേരളത്തിലെ ഓരോ ജനങ്ങളെയും അദ്ദേഹം സമീപിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ സ്വപ്നം പൂവണിയും ഈ വരുന്ന ഇലക്ഷനിൽ UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കേരളത്തിൽ UDFന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും എന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ട. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ജനതയെ ഭരിച്ച് മുടിച്ച, അതുപോലെ സാധാരണക്കാരന് അവന്റെ പെൻഷൻ കിട്ടത്തക്ക രീതിയിലോ അല്ലെങ്കിൽ അവന്റെ തൊഴിൽ കരം നശിപ്പിച്ച, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി നശിപ്പിച്ച, അതുപോലെ വീട്ടുകരം കൂട്ടിയ, വൈദ്യുതി കരം കൂട്ടിയ, സാധാരണക്കാരനെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സർക്കാരായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട്
ഇവിടെ ഭരിച്ചിരുന്നത് അതിന്റെ അവസാനത്തെ ആണിക്കല്ലാണ് എന്ന് വെള്ളറയിൽ അടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏറ്റവും ഇത്രയും ബഹുമാന്യരായ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നത് തന്നെ ഇത് ഒരു മഹാസംഭവമായി കേരളത്തിൽ ഓരോ നേതാക്കൾ നടത്തിയതിനേക്കാളും ഏറ്റവും ബൃഹത്തായ അല്ലെങ്കിൽ ചരിത്രമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് പൊതുയാത്ര. ഞാൻ കഴിഞ്ഞ ഒരു മാസക്കാലം കൊണ്ട് ഈ യാത്ര ആരംഭിച്ച് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഗ്രാമാന്തരങ്ങളിലെല്ലാം ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ബഹുമാന്യനായ നേതാവ് ശ്രീ വി ഡി സതീശൻ പാറശാലയിൽ എത്തിച്ചേരുകയാണ്. 7-ാം തീയതി പുത്തരിക്കണ്ടത്തിൽ അവസാനിക്കുമ്പോൾ ബഹുമാന്യനായ രാഹുൽ ഗാന്ധി അവിടെ എത്തിച്ചേരും. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവിടെ ഏകദേശം 1 ലക്ഷത്തിലധികം ആൾക്കാർ പങ്കെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഈ കാണുന്ന അത്രയും പേരും 7-ാം തീയതിയുള്ള പൊതുസമ്മേളനത്തിലും പങ്കെടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘമായി ഒരുപാട് നേതാക്കൾ പ്രസംഗിക്കാനുണ്ട്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം സ്വാഗതം പറയേണ്ടത് നമ്മുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന സ്വാഗത സംഘം ചെയർമാൻ ശ്രീ ദസ്തഗീർ അവറുകളെ ഞാൻ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ CP ജോൺ അവറുകളെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഈ ജനങ്ങളെയെല്ലാം ഇളക്കി മറിച്ചുകൊണ്ട് കേരളത്തിന്റെ ഇളക്കി മറിച്ചുകൊണ്ട് ആദ്യമായി ഒരു ദൃഢനിശ്ചയത്തോടെ ഒരു പുതുയുഗം കെട്ടിപ്പടുക്കുവാൻ നിലപാടുകളുള്ള ഒരു നേതാവാണ് ശ്രീ വി ഡി സതീശൻ. ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് കേരളത്തെ സംരക്ഷിക്കുക, ഒരു മതത്തിനും ഒരു ജാതിക്കും അടിയറ വയ്ക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറുന്ന നേതാവാണ് ശ്രീ വി ഡി സതീശൻ. അദ്ദേഹം നമ്മൾ കണ്ട ഈ വലിയ നേതാവ് ഇന്ന് പാറശാലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഞാൻ ദീർഘമായി പറയുന്നില്ല. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബഹുമാനനായ ബെന്നി ബെഹനാൻ MBA ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീ പ്രേമചന്ദ്രൻ MP അവറുകളെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ശ്രീകണ്ഠൻ സാർ പാലക്കാട് നിന്നെത്തിയ MP ശ്രീകണ്ഠൻ സാറിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. DCC പ്രസിഡന്റ് ശ്രീ ശക്തൻ സാറിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഷാനിമോൾ ഉസ്മാൻ അവരുടെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ നെയ്യാറ്റിൻകര സനൽ സംഘടനാ ചുമതല അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ മര്യാപുരം ശ്രീകുമാർ KPCC ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ശിവകുമാർ മുൻ ആരോഗ്യമന്ത്രി ശ്രീ ശിവകുമാർ അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ കനയ്യകുമാർ വലിയ നേരം നമുക്ക് ഊർജത്തോടെ പ്രസംഗിച്ച കനയ്യകുമാർ അവരെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റേ വേദിയിലുള്ള നമ്മുടെ KPCC ജനറൽ സെക്രട്ടറി ശ്രീമതി അൻസൈദ റസൽ, ശ്രീ വത്സലൻ, മറ്റ് വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്നെ സ്നേഹിക്കുന്ന, ഈ നാടിനെ സ്നേഹിക്കുന്ന, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഘടകകക്ഷി നേതാക്കൾ ഒരുപാട് പേരുണ്ട്. ഘടകകക്ഷി നേതാക്കളെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പങ്കെടുത്ത ഈ നാടിനെ സ്നേഹിക്കുന്ന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകരെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രതിപക്ഷ നേതാവിനെ സ്വീകരിക്കുവാൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിന് ശേഷം ഉണ്ടാവും. ഏറ്റവും പ്രിയമുള്ള ഈ പുതുയുഗ യാത്രയുടെ നായകൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകൾ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, MPമാർ, MLAമാർ, വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന UDFന്റെ നേതാക്കൾ, ഘടകകക്ഷികളുടെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ, പോഷക സംഘടനാ നേതാക്കൾ, ഈ പ്രദേശത്തെ ഏറ്റവും പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, പ്രിയമുള്ള വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കഴിഞ്ഞ മാസം 6-ാം തീയതി കാസർഗോഡ് ഉപ്പളയിൽ നിന്നും ആരംഭിച്ച പുതുയുഗ യാത്ര ഈ
മലനാടിനെ പുളകച്ചാർ തണിയിച്ചുകൊണ്ട് ഈ സായം സന്ധ്യയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരളത്തിന്റെ സർവ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് ചെറുതും വലുതുമായ വിഷയങ്ങളെ എടുത്തുയർത്തി അതിന് ശാശ്വതമായ പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് 30 ദിവസത്തോളം 28 ദിവസം കഴിഞ്ഞ് പിന്നിട്ട് വെള്ളറടയിലെത്തിയ ഈ യാത്രയിൽ പ്രതിപക്ഷ നേതാവിന് ലഭിച്ച സ്വീകരണം ഒരുപക്ഷെ കേരളത്തിൽ ഇന്നലകളിൽ മറ്റൊരു നേതാവിനും ലഭിക്കാത്ത വിധം സ്വീകാര്യത വർദ്ധിച്ച ഒരു യാത്രയായിരുന്നു ഇത്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ ഒരു നേതാവായല്ല കാണുന്നത്. പ്രതിപക്ഷ നേതാവിനെ മൺമറഞ്ഞ ലീഡർ കെ കരുണാകരനെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശനിലൂടെ ഞങ്ങൾ കാണുന്നു. ആദർശ രാഷ്ട്രീയത്തിന് ആമുഖമെഴുതിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഉജ്ജ്വലനായ AK ആന്റണിയെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവിലൂടെ കാണുന്നു. കാരുണ്യപ്രവാഹമായ മൺമറഞ്ഞ ശ്രീ ഉമ്മൻ ചാണ്ടി അവരെ ഞങ്ങൾ ശ്രീ VD സതീശനിലൂടെ കാണുന്നു. അങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിനുടമയായ ശ്രീ VD സതീശനെ പാറശാലയുടെ ഈ മണ്ണിലേക്ക്, ഈ മലയോര വെള്ളറടയിലേക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ പേരിൽ UDF-ന്റെ ചെയർമാൻ എന്ന പേരിൽ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നേതാക്കളെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഇവിടെ നൽകുന്ന സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ഏറ്റവും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. UDF നിയോജകമണ്ഡലം സ്വീകരണം നിയോജകമണ്ഡലം ചെയർമാനും ജനറൽ കൺവീനറും ചേർന്ന് ഒരുമിച്ച് നൽകുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ ദസ്തഗീർ, കാസർഗോഡ് മുതൽ ഈ വെള്ളറട വരെ എന്നോടൊപ്പം ജാഥാ അംഗങ്ങളായി എന്നോടൊപ്പം ജാഥാംഗങ്ങളായി ഈ ജാഥയ്ക്ക് ഊർജം പകർന്നു നൽകിയ ഏറ്റവും ബഹുമാന്യരായ നേതാക്കൾ ശ്രീ ബെന്നി ബെഹനാൻ MP, ശ്രീ NK പ്രേമചന്ദ്രൻ MP, ശ്രീ VK ശ്രീകണ്ഠൻ MP, ശ്രീമതി S ഷാനിമോൾ, പ്രിയങ്കരനായ UDF സെക്രട്ടറി ശ്രീ CP ജോൺ, പ്രിയപ്പെട്ട ശ്രീ രാജൻ ബാബു, ശ്രീ ജോസ്മോൻ ഉൾപ്പെടെ ഉള്ള ജാഥാ അംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കൾ ശ്രീ N ശക്തൻ, ശ്രീ ശരചന്ദ്ര പ്രസാദ്, ശ്രീ VS ശിവകുമാർ, ശ്രീമതി ലക്ഷ്മി ഉൾപ്പെടെ, ശ്രീ നെയ്യാറ്റിങ്കര സനൽ ഉൾപ്പെടെ വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട പോരാളികളായ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ യാത്ര കാസർഗോഡ് മുതലുള്ള കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ നെഞ്ചിലേറ്റി നടത്തിയ ഒരു യാത്രയാണ്. അതൊരു ദുർഭരണത്തിന് അവസാനം കുറിച്ച് കേരളത്തിലെ ഒരു പുതുയുഗ പിറവി എന്നുള്ള സന്ദേശവുമായി നടത്തിയ ജാഥയാണ്. ജനങ്ങളുടെ ആഗ്രഹം
ഈ ദുർഭരണത്തെ ഇവിടെ കുഴിച്ചു മൂടണമെന്നാണ്. നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ആ യുദ്ധം ജനങ്ങളുടെ ആഗ്രഹം സഫലമാക്കാനുള്ള യുദ്ധമാണ്. ആ യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയാം, ഒരു നാട് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി കശക്കി എറിഞ്ഞാണ് ഒരു ഭരണകൂടം അധികാരത്തോട് വിട പറയാൻ നിൽക്കുന്നത്. അടുത്ത മാസം ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയുക തന്നെ ചെയ്യും. പക്ഷെ പോകുമ്പോൾ കേരളത്തിന്റെ തലയിൽ, മലയാളിയുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതകൾ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോകുന്നത്. അതെല്ലാം സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. കേരളം മുഴുവൻ ഞങ്ങളുടെ അനുഭവമാണ്. ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ്. ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന്, ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്ന്, സഹകരണ ബാങ്കുകളിൽ നിന്ന്, സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ജനങ്ങൾ കടക്കെണിയിലാണ് കേരളത്തിൽ. കേരളത്തിന്റെ ഈ സമ്പദ് വ്യവസ്ഥ തകർന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 12 മാസക്കാലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. ബീഹാറോ ഉത്തർപ്രദേശോ ഒന്നുമല്ല. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും ഒരു ഭരണകൂടവുമില്ലേ? വില കൂടുമ്പോൾ ഇത് പാവപ്പെട്ടവനെ ബാധിക്കും, സാധാരണക്കാരനെ ബാധിക്കും, ചിലർ പട്ടിണിയിലാവും എന്ന് തിരിച്ചറിയാൻ ഈ 12 മാസമായി കേരളത്തിൽ ഒരു ഭരണകൂടമുണ്ടോ? എവിടെ നിങ്ങളുടെ മുഖ്യമന്ത്രി? വില വിവര പട്ടിക രാവിലെ അദ്ദേഹം ഓഫീസിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെല്ലുന്നതാണ്. അത് കണ്ടിട്ടും സാധാരണക്കാരനോടൊരു പ്രയാസം തോന്നി അവന്റെ സങ്കടം മാറ്റാൻ എന്തെങ്കിലും നടപടി ഈ ഗവൺമെന്റ് എടുത്തോ? മാർക്കറ്റിൽ ഇടപെടേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളത് കോടികളാണ്. ഇന്ത്യയിൽ 1ാം സ്ഥാനമാണ് വിലക്കയറ്റത്തിന് കേരളത്തിന്. ഏത് കാലത്താണ് ഇതുണ്ടായത്? ആശുപത്രിയിൽ ചെന്നാൽ മരുന്നുണ്ടോ? മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. കോടികളാണ് കൊടുക്കാനുള്ളത്. മരുന്ന് പുറത്തേക്ക് എഴുതി തരികയാണ്. വൈദ്യുതി ബോർഡ് നിങ്ങൾ അറിയണം, ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് നമ്മൾ ലാഭത്തിലാക്കി. ഒരു യൂണിറ്റിന് 22 പൈസ കുറച്ചു കൊടുത്തു. ഇപ്പോഴോ 10 കൊല്ലം കൊണ്ട് 50,000 കോടിയാണ് കടം. അതിന്റെ ബാധ്യത ആരുടെ തലയില? ഇവരുടെ ദുർഭരണത്തിന്റെ അഴിമതിയുടെ ബാധ്യതയും നമ്മുടെ തലയില. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, 5ാമത് കൂട്ടാൻ എഴുതി കൊടുത്തിരിക്കുന്നു. സർചാർജ് കൂട്ടി നമ്മൾ അനുഭവിക്കുകയാണ്. വാട്ടർ അതോറിറ്റി 4000 കോടി രൂപയുടെ കടമാണ്. KSRTC നമ്മളുള്ളപ്പോൾ 47,000 ജീവനക്കാർ, ഇപ്പോൾ അത് 22,000 കുറഞ്ഞു. നിങ്ങൾ അറിയണം, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. 7 ക്ഷേമനിധികൾ തകർന്നു. അധ്യാപകർക്ക്, ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് ഈ ഗവൺമെന്റ് കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടിയാണ്. എണ്ണിയാൽ ഒടുങ്ങില്ല. ഈ നാടിന് ഇവരുണ്ടാക്കിയ മുറിവുകൾ തകർത്തിട്ടാണ് പോകുന്നതെല്ലാം. എന്നിട്ട് എല്ലാം ശരിയാക്കി എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ബോർഡ് വെച്ചിരിക്കുന്നു. എല്ലാം ശരിയാക്കി ഒരു പരുവത്തിലാക്കി എന്നാണ് അതിന്റെ അടിയിൽ എഴുതി വെക്കേണ്ടത്, കേരളം മുഴുവൻ. പക്ഷേ നമ്മൾ ഇനി പ്രതിപക്ഷം മാത്രമല്ല, നമ്മൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു,
എവിടെയാണ് കേരളം ഇവർ തകർത്തത്, അവിടെയെല്ലാം നമ്മൾ നമ്മുടെ കേരളത്തെ പുനർജനിപ്പിക്കും. അതാണ് വാക്ക് UDF-ന്റെ. ഇവര് തകർത്ത സമ്പദ് വ്യവസ്ഥ നമ്മൾ കൈ പിടിച്ചെഴുന്നേൽപ്പിക്കും. എങ്ങനെ? മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, ആസൂത്രണ മികവുള്ള നികുതി ഭരണം കൊണ്ട്, ഖജനാവിന്റെ ചോർച്ചയടയ്ക്കാൻ കാർക്കശ്യമുള്ള നിലപാടുകൾ സ്വീകരിച്ച്, സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച്, ഇപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിന്റെ ഖജനാവ് UDF പണം കൊണ്ട് നിറയ്ക്കും. വരുമാനമുണ്ടാകും. അതാണ് ഒരു ഗവൺമെന്റിന്റെ ആദ്യത്തെ ജോലി. വരുമാനമുണ്ടാകുമ്പോൾ പാവപ്പെട്ടവനെ, സാധാരണക്കാരനെ, ഇടത്തരക്കാരനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ കണ്ണീരൊപ്പി സങ്കടങ്ങൾ മാറ്റി അവന്റെ ജീവിത നിലവാരം ഉയർത്തി ഈ കേരളത്തിന്റെ മുഖച്ഛായ നമ്മൾ മാറ്റും. അതാണ്. അതിനായി കഠിനാധ്വാനം ചെയ്ത് കൃത്യമായ പരിപാടികളുമായി, സമഗ്രമായ പദ്ധതികളുമായി, ബദൽ നിർദ്ദേശങ്ങളുമായി ഈ ഇന്ത്യ രാജ്യത്ത് ഒരു പ്രസ്ഥാനവും ചെയ്യാത്ത തയ്യാറെടുപ്പോടുകൂടിയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. സർവസന്നാഹങ്ങളോടുകൂടി. നമുക്ക് എല്ലാത്തിനും മറുപടിയുണ്ട്. എന്തു ചെയ്യും എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഓരോ വകുപ്പിലും ഓരോ സ്ഥലത്തും എന്ത് ചെയ്യുമെന്നുള്ള കൃത്യമായ നിലപാട് നമുക്കുണ്ട്, പരിപാടികൾ നമുക്കുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, 1.5 കൊല്ലം മുമ്പ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ശരിയായില്ലേ? ഇപ്പൊ സംശയം എന്താ? സംശയം വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയമുള്ളൂ. ആരോഗ്യം തകർന്ന്. ഞാൻ എല്ലാ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഞാൻ പറയുന്നില്ല, ഇവിടെ എല്ലാവരും സംസാരിച്ചു കാണും. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനിയായ ആരോഗ്യമന്ത്രി കണ്ണൂരിലൊരു നാടകം നടത്തിയത്. ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്, ലോകത്തിൽ ആദ്യമായിട്ടാണ് മുദ്രാവാക്യം വിളി കേട്ട് ഒരാളുടെ പെടലി ഉളുക്കുന്നു. ശരിയാണോ? മുദ്രാവാക്യം വിളി കേട്ട് പെടലി ഉളുക്കി. എന്തൊരു അഭിനയമായിരുന്നു, എന്തൊരു അഭിനയം! എന്നിട്ട് നാട് മുഴുവൻ കലാപമുണ്ടാക്കി. നമ്മുടെ കുട്ടികളെ വധശ്രമത്തിന് ജയിലിലടച്ചു. പച്ചക്കള്ളം പറഞ്ഞ് ചെവിയിൽ നുള്ളിക്കോ, ചെവിയിൽ. ഇത് പഴയ UDF അല്ല. തിരിച്ചു വരുമ്പോൾ അതിനൊക്കെ ചോദിക്കും, ഒരു സംശയവും വേണ്ട. എന്നിട്ട് അഭിനയം. ഇവിടെ എല്ലാവരും പറഞ്ഞു ഉർവശി അവാർഡിന്, ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡിന് ശുപാർശ ചെയ്യണമെന്ന്. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു അതിനേക്കാൾ മികച്ച അഭിനയമാണ്, ഓസ്കാർ അവാർഡിനാണ് ശുപാർശ ചെയ്യേണ്ടത്. എന്തായിരുന്നു? അതിൻ്റെ ഇടയിൽ ആ MV ഗോവിന്ദൻ വന്നിട്ട് പറയാണ്, KSUക്കാർ ആ ആരോഗ്യമന്ത്രിയുടെ പെടലി ഇങ്ങനെ പിടിച്ച് തിരിച്ചു, കൈ വളച്ചൊടിച്ചു. ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പച്ചക്കള്ളം പറഞ്ഞ് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. നുണ, വായെടുത്ത നുണ. ഗോവിന്ദൻ മാഷ ജാഥയിൽ ഒരു പാവപ്പെട്ട വൃദ്ധനായ ഒരാൾ ചെന്ന് 2000 രൂപ കൊടുക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്നു UDF ആയിരുന്നെങ്കിൽ പെൻഷൻ കിട്ടില്ലായിരുന്നു, LDF ആയതുകൊണ്ടാണ് പെൻഷൻ കിട്ടിയത്. തിരിച്ചു പോയി അദ്ദേഹം ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് പറഞ്ഞു, ആ സഖാക്കന്മാർ വന്നിട്ട് എനിക്ക് 2000 തന്നിട്ട് എന്നെ കൊണ്ട് ഇത് പറയിച്ചാണ്. അത്ര നാടകമാണ് ഇവര്. നാടകം. എല്ലാ നാടകവും പൊളിഞ്ഞു. എല്ലാ നാടകവും കൂക്കുവിളിയും ചെരുപ്പേറും കൊണ്ട് കർത്തനിടേണ്ടി വന്നു ഇവരുടെ നാടകങ്ങൾക്കല്ല. ഇവര് വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യ കേരളത്തെ നമ്മൾ ആരോഗ്യവതിയായി കേരളത്തിലൂടെ നടത്തും. നമ്മളൊരു ആരോഗ്യ രേഖ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നടപ്പാക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് പോലുമുള്ള ആളുകൾ ഇവിടെ ചികിത്സ തേടി കേരളത്തിലെത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി നമ്മൾ നമ്മുടെ കേരളത്തെ മാറ്റും. നമ്മുടെ വിദ്യാഭ്യാസ രേഖ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്തേക്ക് പോകുന്നു. UDF വരുമ്പോൾ അവർ കാനഡയിലും ജർമ്മനിയിലും UK-യിലും ഓസ്ട്രേലിയയിലും യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിക്കും. അവരവിടെ പഠിക്കും. പഠിച്ച് പുറത്തിറങ്ങിയാൽ ഒന്നുകിൽ തൊഴിൽ, അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം. അതിനായിട്ടുള്ള വിപുലമായ സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി നമ്മളിപ്പോൾ പ്രഖ്യാപിക്കുകയാണ്.
എല്ലാ രംഗങ്ങളിലും മാറ്റമുണ്ടാകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, അതുപോലെ പാചക തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ, KSRTC പെൻഷൻകാർ, എല്ലാവരുടെയും PSC റാങ്ക് ഹോൾഡേഴ്സ്, എല്ലാവരുടെയും സങ്കടം മാറ്റും. ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, UDF വരുമ്പോൾ എവിടെയെങ്കിലും ഒരു വേക്കൻസി ഉണ്ടായാൽ 24 മണിക്കൂറിനകം അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് നിയമപരമായി അത് മാൻഡേറ്ററി ആക്കും. ഒരു വേക്കൻസി പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകില്ല. ഒരു വേക്കൻസി പോലും. എല്ലാ കാര്യത്തിലും ഉണ്ട്. സ്വപ്നതുല്യമായ പദ്ധതികളുണ്ട്. നമ്മുടെ കടൽ 600 കിലോമീറ്ററാണ് തീരപ്രദേശം. പ്രകൃതി നൽകിയ വരദാനമാണ്. 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ടെർമിനൽ, 17 മിനി തുറമുഖങ്ങൾ, എല്ലാത്തിനെയും സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും. ഈ തെരുവിലൂടെ പോകുന്ന ചരക്കുകളുടെ 70% ഇതിന്റെ 1/4 ചെലവിൽ കടലിലൂടെ പോകും. റോഡ് ഫ്രീ ആകും. 2ാം ഘട്ടത്തിൽ മലയാളികൾ ഉൾപ്പെടെ, വിദേശത്ത് നിന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉല്ലാസ നൗകയിൽ സഞ്ചാരം നടത്തും ആ കടലിലൂടെ, ക്രൂയിസ് ഷിപ്പിംഗ്. 3ാം ഘട്ടത്തിൽ നദികളെ കൂടി സംയോജിപ്പിച്ച സമഗ്രമായ ടൂറിസം പദ്ധതി. സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ നമ്മുടെ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്നത് UDFന്റെ സ്വപ്നമാണ്. നമ്മളത് യാഥാർത്ഥ്യമാക്കും. നിരവധിയായ പദ്ധതികളുണ്ട്. ഞാനതിനെക്കുറിച്ചൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല. നമ്മളിത് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊരു കാര്യം ബോധ്യമാകും. എന്താണ്? അവർ വരുന്നത് അധികാര മാറ്റത്തിന് വേണ്ടി മാത്രമല്ല, കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനി നമ്മുടെ കേരളം പിന്നിലേക്ക് നടക്കില്ല. ഇനി നമ്മുടെ കേരളം മുന്നിലേക്ക് കുതിക്കും. വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു കേരളം ഉണ്ടാകും. ഇവിടെ ഇതൊന്നും അല്ലല്ലോ ഇവരുടെ ചർച്ച. ഇവരുടെ ചർച്ച ഒടുക്കത്തെ വർഗീയതയാണ്. BJPക്കാര് ആളുകളെ ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി അതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. സംഘപരിവാറിന്റെ അതേ പാതയിൽ കേരളത്തിലെ CPM-ഉം സഞ്ചരിക്കുകയാണ്. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും വർഗീയതയുടെ തോണിയിൽ ഇപ്പോൾ ഒരുമിച്ച് സഞ്ചരിക്കുകയാണ്. പിണറായി വിജയൻ കേരളത്തിൽ വർഗീയതയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു, ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ കാത്തിരിക്കുന്ന വർഗീയവാദികളുടെ കൈകളിലേക്ക് CPM തീപ്പന്തമെറിഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഭയപ്പെടണ്ട, ആ തീ കെടുത്താനുള്ള ആർജവം നമ്മുടെ UDFനുണ്ട്. നമ്മളത് കെടുത്തുക തന്നെ ചെയ്യും. ഒരാളും വർഗീയത പറയണ്ട. ന്യൂനപക്ഷ വർഗീയതയും വേണ്ട, ഭൂരിപക്ഷ വർഗീയതയും വേണ്ട. ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ അതിനെ ചോദ്യം ചെയ്യും. ഏത് കൊല കൊമ്പൻ പറഞ്ഞാലും ചോദ്യം ചെയ്യും. തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരും കോംപ്രമൈസ് ചെയ്യും. നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല. ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റും ചിലര്. അപ്പൊ നമ്മൾ പറയും, വോട്ട് ബാങ്ക് കയ്യിൽ വെച്ചോ, വർഗീയത പറയരുത്. അത് പറയും UDF. അതിനുള്ള കരുത്ത് UDFനുണ്ട്. ഞാൻ പറയുന്നത് പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചു നാൾ കൂടിയല്ലോ, പിന്നെ ഓർമ്മയാകും. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും, ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകും, അവരുടെ മക്കളുണ്ടാകും. അവര് സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ ആരെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിന് സമ്മതിക്കില്ല. എന്നോട് നിങ്ങൾ ചോദിച്ചോ, മതേതര കേരളം ഈ മതേതര നിലപാടിനെ ഇരുകൈകളും നീട്ടി അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ കേരളം അഭിമാനത്തോടുകൂടി, തലയെടുപ്പോടുകൂടി രാജ്യത്തോട് പറയും, ഇതാണ് മാതൃക, ഞങ്ങളുടെ മതേതര കേരളം ഇതാണെന്ന് പറയും. അതിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോകണം. ആ ഉത്തരവാദിത്വം കൂടി UDF ഏറ്റെടുക്കുകയാണ്. ഈ CPM-ന് എന്തു പറ്റി? ഖജനാവ് മുഴുവൻ കൊള്ളയടിച്ചു, അമ്പലം മുഴുവൻ വിഴുങ്ങി. ഇപ്പൊ സ്വന്തം രക്തസാക്ഷികളുടെ ഫണ്ട് വരെ അടിച്ചു മാറ്റുക. ഇപ്പൊ രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് CPM-ന് ലോട്ടറി അടിക്കുന്ന പോലെ. സ്വന്തം രക്തസാക്ഷിയുടെ ഫണ്ട് വരെ അടിച്ചു മാറ്റുക. ശബരിമലയിൽ എന്താ ചെയ്തത്? അയ്യപ്പന്റെ സ്വർണം കവർന്ന 3 CPM നേതാക്കന്മാർ ജയിലില്ല. ഭയങ്കര അഭിമാനമാണ് CPM-ന്. അച്ചടക്ക നടപടി പോലും എടുത്തില്ല. എന്താണെന്നറിയാമോ?
നടപടിയെടുത്താൽ ഒരു ബാക്കിയുള്ളവരുടെ പേര് കൂടി പറയും. അപ്പൊ ഇപ്പൊ മിടുക്കന്മാർ ചമഞ്ഞ് നടക്കുന്ന പലരും ജയിലിൽ പോകും. അത് മിണ്ടൂല. ആലോചിച്ച്, അയ്യപ്പന്റെ സ്വർണം മാത്രമല്ല, അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുന്നിൽ വെച്ചിരുന്ന അതിമനോഹരമായ സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പം ഈ CPM നേതാക്കൾ കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു, കോടികൾ കൈക്കലാക്കി. എന്നിട്ട് ഈ കള്ളന്മാര് ചെയ്തറിയാം, അറിയണ്ടേ, തിരിച്ചറിയണ്ടേ, സാധനം പോയല്ലോ. അതിന്റെ ഒരു വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെമ്പില്, എന്നിട്ട് അത് കൊണ്ട് അവിടെ വെച്ചിരിക്കുന്നത്. കോടതി പറയാണ് 2019 മുതൽ കവർച്ച തുടങ്ങിയതാണ്. കട്ടളപ്പടിയും വാതിലും ഒക്കെ പോയി, ആരും അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാരെന്ത് ചെയ്യും? വീണ്ടും കക്കും. 2024 ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയാണ് വീണ്ടും പൂശണമെന്ന്, എന്ന് പറഞ്ഞാൽ വീണ്ടും കക്കണമെന്ന്. കോടതി ഇടപെട്ടു. ഞാൻ കരുതുന്നത് സാക്ഷാൽ അയ്യപ്പൻ ഇടപെട്ടെന്ന. അയ്യപ്പൻ അറിയാമായിരുന്നില്ലെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി അവന്മാരെ അടിച്ചു മാറ്റിയ. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ സാക്ഷാൽ പിണറായി വിജയൻ ഒരു അയ്യപ്പ ഭക്തി. ഇതെന്താ സംഭവം? ആഗോള അയ്യപ്പ സംഗമം. പിന്നെ അതിനെ പറ്റിയാണ്. നമുക്കൊരു പിടിയും കിട്ടിയില്ല. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പിടികിട്ടി. കണക്ക് വെച്ചപ്പോഴാണ് കണക്ക് ഇങ്ങോട്ട് ചേരല്ല. 600 പേര് പങ്കെടുത്ത പരിപാടിയുടെ ചെലവ് എത്രയെന്ന് 12 കോടി. ഓഡിറ്റുകാര് പരിശോധിച്ച കണക്ക് കണ്ടാൽ നിങ്ങൾ ചിരിച്ച് ചിരിച്ച് മണ്ണുക. 600 പേര് പങ്കെടുത്ത പരിപാടി കള്ളക്കണക്കാ മുഴുവൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 3000 പേര്, ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചപ്പോൾ 4000 പേര്, രാത്രി അത്താഴത്തിൽ 5000 പേര്. എല്ലാം അടിച്ചു മാറ്റിയ. കിടക്കവരെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്നു. നന്ദഗോപ ഭജന സംഘം ഗാനമേള നടത്തി 8 ലക്ഷം രൂപ ചെലവ് എഴുതിയെടുത്തേക്കുക. ആ ഗാനമേള ട്രൂപ്പ് പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് പോലുമില്ല, ആ കാശ് കൊണ്ടുപോയി. നമ്മള് കൊല്ലത്ത് കോർപ്പറേഷനിൽ CPM ഭരിക്കുമ്പോൾ ഒരു ഫെസ്റ്റിവൽ നടത്തി. പണ്ട് ഒരു കുതിരയെ കൊണ്ടുവന്നു. കുതിരയെ കൊണ്ടുവന്ന വാഹനം കുത്തിക്കൊണ്ടുവരണ്ടേ, എൻ്റെ ചെലവ് എഴുതിയെടുക്കണ്ടേ? അപ്പൊ വൗച്ചറിൽ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന്റെ ചെലവ് എഴുതിയെടുത്തു. വൗച്ചറിൽ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന്റെ നമ്പർ എഴുതി. ഓഡിറ്റുകാർ പരിശോധിച്ചപ്പോൾ CPMകാർ കുതിരയെ കൊണ്ടുവന്ന വാഹനം ഏതാണെന്നറിയാമോ? മാരുതി 800. മാരുതി 800ൽ കുതിരയെ കൊണ്ടുവന്ന കൊള്ളക്കാരാണ് കേരളം ഭരിക്കുന്നത്. മനസ്സിലായേ? കമന്ത് വീണാൽ കാൽപ്പണവുമായി പൊങ്ങും. അവരിപ്പോ പ്രഖ്യാപനങ്ങളാ, എല്ലാം തട്ടിപ്പാണ്. ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണ്. പിണറായി വിജയന്റെ ഒരു പ്രഖ്യാപനത്തിനും ഒരു വിശ്വാസ്യതയില്ല. ആളുകൾ പറയുന്നത് പിണറായി വിജയന്റെ വാക്കും പഴയ ചാക്കിനും ഒരേ വില അല്ല. കാരണം ചാക്കിന് കുറച്ചുകൂടി വിലയുണ്ട്. ഇപ്പോൾ പഴയ ചാക്കാണെങ്കിൽ എന്തെങ്കിലും ഉപയോഗമുണ്ട്, ഇതിനൊരു ഉപയോഗവും ഇല്ല. 2021 നിങ്ങളെ പറ്റിച്ചു. എന്താ പറ്റിച്ചത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 600 രൂപയുടെ പെൻഷൻ, 1600 രൂപയുടെ പെൻഷൻ 2500 ആക്കും. എല്ലാവരും വോട്ട് ചെയ്തു, കുറെ പേര് പാവങ്ങള്. അധികാരത്തിൽ വന്ന് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. കൂട്ടിയോ? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 400 രൂപ കൂട്ടി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മലയാളിയെ പരീക്ഷിക്കരുത്. മലയാളി എന്ത് ചെയ്ത് 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ട് UDFന് വോട്ട് ചെയ്തു. പോളിംഗ് ബൂത്തിൽ പോയി ഇല്ലേ? അവർക്കറിയാം അടുത്ത 5 കൊല്ലത്തേക്ക് അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് UDF സർക്കാരാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 6-ാം തീയതി ഫെബ്രുവരി ആരംഭിച്ച ഈ പുതുയുഗ യാത്ര ജനലക്ഷങ്ങൾ ഹൃദയത്തിലേറ്റിയിട്ടാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ഈ നാടിലെ മുഴുവൻ ജനങ്ങളോടുമുള്ള നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അവർ ഞങ്ങൾക്ക് നൽകിയ ഊർജം, അവർ ഞങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസം, അവർ ഞങ്ങൾക്ക് നൽകിയ പിന്തുണ, അവർക്ക് ഞങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷ, അതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്യും എന്ന വാക്കു മാത്രമാണ് മറുപടി. നമ്മൾ ടീം UDF 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരും. എന്റെ ചോദ്യം, അപ്പോൾ പാഠശാലയിൽ നിന്നൊരു UDF പ്രതിനിധി ഉണ്ടാവുമോ എന്നാണ്. നിങ്ങളെല്ലാവരും കഠിനാധ്വാനം ചെയ്താൽ ഉണ്ടാകും. ഒരു ഉറപ്പ് വേണം, ഉറപ്പ്. എല്ലാവരും കൂടി ഉറച്ചു പറഞ്ഞാൽ പാഠശാലയിൽ ഒരു UDFന്റെ MLA ഉണ്ടാകും. അതിനുവേണ്ടി ഇന്നു മുതൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ ആവേശകരമായ സ്വീകരണത്തിന്
നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ നിർത്തും.